എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഭരണഘടനയിൽ പഞ്ചായത്തി രാജ് എന്ന ടോപ്പിക്കായിട്ടാണ് ഇന്നത്തെ ക്ലാസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷം. പക്ഷെ അത് നിങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെ ഉപയോഗപ്പെടുത്തണോ എന്നുള്ളത് എനിക്കറിയില്ല. താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്. ഓക്കെ, നല്ല സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മൾ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി, അതുപോലെ ആമുഖം, പൗരത്വം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് എടുത്തു കഴിഞ്ഞു അല്ലേ. പിന്നെ ഏതാണ്, മൗലിക കടമകൾ കഴിഞ്ഞു. ഇപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി കഴിഞ്ഞു, ആമുഖം കഴിഞ്ഞു, പൗരത്വം കഴിഞ്ഞു, മൗലിക കടമകൾ കഴിഞ്ഞു. പിന്നെ ഏതാണ്, ഭരണഘടനാ ഭേദഗതികൾ ഇല്ലേ. ഈ ഭേദഗതി ഇതിന് പുറമെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ഭരണഘടനാ ഭേദഗതികളും ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പഞ്ചായത്തി രാജാണ്. ഇവിടെ മൗലികാവകാശവും മാർഗനിർദ്ദേശ തത്വങ്ങളും എടുക്കാനുണ്ട്. അത് എടുത്തു തരാം കേട്ടോ. കുറച്ച് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേഗം തീർക്കാം. എന്നിട്ട് നമുക്ക് ഈ രണ്ടെണ്ണം ലാസ്റ്റ് എടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജ് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ എടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിരുന്നേ. തീർച്ചയായും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ എന്താണ്, ക്ലാസ് ഇടുന്ന സമയത്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്പൊ തന്നെ ഞാനത് അതിന്റെ ലിങ്ക് ഇടും. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെ എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതിയല്ലോ. ടെലിഗ്രാമിൽ തന്നെ മേലുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് കാണാനും ഉപകരിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കേരള ഭരണ സംവിധാനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എക്കണോമിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭരണഘടന അത് കംപ്ലീറ്റ് ആകാനായിട്ട് നിൽക്കുന്നു. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തു വെച്ചിട്ടുണ്ട്. 29 ക്വസ്റ്റ്യൻ പേപ്പർ 2023 LDC നിലവാരത്തിൽ 29 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഗുണം അത്രേ പറയാനുള്ളൂ. അപ്പൊ അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പഞ്ചായത്ത് രാജിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ പഞ്ചായത്തി രാജ് പറയുമ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് കിടക്കുന്നത്, 40 ആണ് അല്ലെ. 40-ലാണ്. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്ന ഭാഗമാണ് ഈ ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40-ലാണ്. ഭാഗം ഏതിലാണ്, 4-ലാണ് കേട്ടോ. ആർട്ടിക്കിൾ 40 ഭാഗം 4. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഇനി ഭേദഗതി, 73-ാമത്തെ ഭേദഗതി 1992. എന്താണ് ഈ 73-ാമത്തെ ഭേദഗതിയില് പഞ്ചായത്തി രാജ് ഉൾപ്പെടാൻ കാരണം, കൊണ്ടുവരാൻ കാരണം, പഞ്ചായത്തി രാജിന് എന്ത് പദവി കൊടുക്കുകയാണ് ഇവിടെ, ഭരണഘടന. എന്താണ്, പഞ്ചായത്ത് രാജിന് എന്ത് കൊടുക്കാണ്, ഭരണഘടന സാധുത നൽകിയ ഭേദഗതി ഏത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഭേദഗതി ഏതാണ്, 73-ാമത്തെ ഭേദഗതി. നമ്മൾ ഭരണഘടന ഭേദഗതി നമ്മൾ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ 1992 കാലഘട്ടത്തിലാണ് 73-ാം ഭേദഗതി നടക്കുന്നത്. ഈ 3 കാര്യം പഠിച്ചോ. ഈ സംഖ്യകൾ വരുന്നത് ആർട്ടിക്കിൾ 40-ലെ പഞ്ചായത്തുകളുടെ രൂപീകരണം. ഭാഗം ഏതാണ്, മൊത്തം എത്ര ഭാഗങ്ങളുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില്, 25 ഭാഗങ്ങളുണ്ട് അല്ലെ. അതിൽ 4-ാം ഭാഗത്തിലാണ് ഏതിനെ കുറിച്ച് പരാമർശിക്കുന്നത്, പഞ്ചായത്തി രാജിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്. അങ്ങനെ 1900 എന്ത് ചെയ്തു, ഭേദഗതി വന്നു. 1992 73-ാമത്തെ ഭേദഗതി വന്നു. ഓക്കെ, ഇനി ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്, രാജസ്ഥാൻ. ഇതെല്ലാം പ്രീവിയസ് ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവരുന്നത്. ഇനി പഞ്ചായത്ത് രാജ് എന്ന പദം ഉപയോഗിച്ചതും ഈ പദം കൊണ്ടുവന്നതും അത് ഉദ്ഘാടനം ചെയ്തതും ആര് തന്നെയാണ്, ജവഹർലാൽ നെഹ്റു ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം കൊണ്ടുവന്നതും പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തതും ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമുക്ക് ഈ നരസിംഹറാവു, ഈ 92 കാലഘട്ടം നമുക്കറിയാം. 1991, 92 എന്ന് പറയുമ്പോൾ നമ്മളെ എക്കണോമിക്സിൽ പഠിക്കാറുണ്ട് അല്ലെ. പുത്തൻ സാമ്പത്തിക നയം. ആരാണ് അന്നത്തെ ഗവൺമെന്റ്, PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടമാണ് അല്ലെ. 91, 92 എന്ന് പറയുന്ന സമയത്ത്. അപ്പോ ഈ നരസിംഹറാവു ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ലോകസഭയില് എപ്പോ അവതരിപ്പിക്കുകയാണ്, 1991 കാലഘട്ടത്തില് സെപ്റ്റംബറിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ മാസം 24-ലാണ്. ബില്ല് 1991 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു, നരസിംഹറാവു ഗവൺമെന്റ് ബില്ല് അവതരിപ്പിച്ചു. 1992 73-ാമത്തെ ഭേദഗതി കൊണ്ടുവന്നു. 1993 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് എന്ത് ചെയ്തത്, നിലവിൽ വന്നത്. അപ്പൊ 91, 92, 93 ആ 3 വർഷങ്ങൾ എന്താണ് എന്നുള്ളത്
മനസ്സിലാക്കി വെക്കുക. 91 ബില്ല് അവതരിപ്പിക്കുന്നു. 92 73 ഭേദഗതി കൊണ്ടുവരുന്നു. 93 ഏപ്രിൽ 24 ഭേദഗതി നിലവിൽ വരുന്നു. ഇതിലൂടെ എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയില് ഭാഗം 9 എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 73ാമത്തെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗം കൂട്ടിച്ചേർക്കാണ്? ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാല് അത് 73ാമത്തെ ഭേദഗതിയാണ്. ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 73ാമത്തെ ഭേദഗതിയാണ്. ഇനി പഞ്ചായത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാണ്? ഏപ്രിൽ മാസം 24. ഏതാണ്? പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. കാരണം എന്താണ്? 1993 ഏപ്രിൽ 24 ഇവിടെ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് ആ മാസവും ആ ഡേറ്റും ആണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഈ പഞ്ചായത്ത് രാജ് നിയമം നിലവിലില്ലാത്ത നമ്മുടെ 28 സംസ്ഥാനങ്ങളിലെ 3 സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ല. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നാഗാലാൻഡ്, മേഘാലയ, മിസോറാമിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഇല്ലാത്ത സംസ്ഥാനങ്ങൾ. ഇനി നമ്മളിപ്പോ പഞ്ചായത്ത് രാജ് എന്നൊക്കെ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്രയാണ് വനിതാ സംവരണം? 50% അല്ലെ. 50% കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് അല്ലെ. 5 വർഷമാണല്ലോ. പിന്നെ ഇവിടേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ നമ്മുടെ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ പഞ്ചായത്തില് ത്രിതല സംവിധാനം അല്ലെ? ത്രിതല സംവിധാനം പറയുമ്പോൾ എന്താണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് അല്ലെ. അങ്ങനെ നമുക്ക് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എങ്ങനെ? ത്രിതല പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, ഇങ്ങനെ 3 തരമാണ് അല്ലെ. ത്രിതല പഞ്ചായത്ത് ഘടനയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇത് ആരാണ് കൊണ്ടുവന്നത്? ബൽവന്തറായി മേത്ത കമ്മിറ്റിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബൽവന്തറായി മേത്ത കമ്മിറ്റിയാണ് ഇന്ത്യൻ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നത്. ഇനി പഞ്ചായത്ത് രാജിന്റെ പിതാവ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ബൽവന്തറായി മേത്ത കമ്മിറ്റിയാണ്. ഇനി ഇതിൽ വേറെ വരുന്ന ഒരു കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. 1977 കാലഘട്ടത്തില് അശോക് മേത്ത കമ്മിറ്റി കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ആരാണ്? 1977 കാലഘട്ടത്തിൽ ആരാ ഭരിക്കുന്നത്? നമ്മുടെ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് ആണ് അല്ലെ. ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടമാണ് 1977. ഇന്ത്യ ജനതാ ഗവൺമെന്റ് 1977 ഡിസംബറിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കായിട്ട് നിയമിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അപ്പൊ അശോക് മേത്ത കമ്മിറ്റി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജനതാ ഗവൺമെന്റ് ആണ് കേട്ടോ. മൊറാർജി ദേശായിയുടെ കാലഘട്ടം. അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1977 കമ്മിറ്റിനെ നിയമിച്ചു. 78 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമായി മാറ്റാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. എന്താണ്? ത്രിതല, അതായത് ഇവിടെ ബൽവന്തറായി മേത്ത കമ്മിറ്റി ത്രിതലം അങ്ങനെ അതായത് ത്രിതലം എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. എന്തൊക്കെ? നമ്മുടെ ഗ്രാമപഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തും. പക്ഷെ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത് ത്രിതലം വേണ്ട, എന്ത് മതി? അതായത് ദ്വിതലം മതി എന്ന് പറഞ്ഞു. കാരണം 2 തരത്തിലും മതി എന്നാണ് ആര് ശുപാർശ ചെയ്തത്? അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. ഇനി ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഏതാണ്? ഗ്രാമസഭയാണ് അല്ലെ. ഗ്രാമസഭയാണ്. വർഷത്തില് എന്ത് ചെയ്യണം? 2 തവണയെങ്കിലും, ഒരു വർഷത്തില്, അതായത് 6 മാസം കൂടുമ്പോഴെങ്കിലും 2 തവണയെങ്കിലും വർഷത്തിൽ എന്ത് ചെയ്യണം? ഗ്രാമസഭ വിളിച്ചു ചേർത്തിരിക്കണം. പക്ഷെ വർഷത്തിൽ 4 തവണ വിളിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് കേട്ടോ. അതായത് പഞ്ചായത്ത് രാജിന്റെ ആ നിയമപ്രകാരം ഗ്രാമസഭ വർഷത്തില് 2 പ്രാവശ്യം വിളിക്കണം എന്നാണ്. പക്ഷെ വർഷത്തിൽ 4 തവണ വിളിക്കുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ആസാം, ഗോവ, പിന്നെ നമ്മുടെ തമിഴ്നാട്, പിന്നെ നമ്മുടെ സ്വന്തം കേരളം, പിന്നെ ഒഡീഷ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഇതൊക്കെ എന്താണ്? ഈ ഇത്രയും സംസ്ഥാനങ്ങൾ വർഷത്തിൽ 4 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമസഭ വിളിക്കുന്നുണ്ട്. ഈ ഗ്രാമസഭ സമ്മേളിക്കാനുള്ള അംഗസംഖ്യ, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്രീവിയസ് ആണ്. ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ എത്രയാ ചോദിച്ചാൽ ആകെ അംഗസംഖ്യയുടെ 10ൽ 1 ഭാഗം കേട്ടോ. 10ൽ 1 കേട്ടോ. 1/10 ഭാഗം. ആകെ അംഗസംഖ്യയുടെ 1/10.
ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സമിതിയാണ്, അതായത് ഒരു പെർമനന്റ് ബോഡിയാണ്. ഈ ഭാഗം മനസ്സിലായോ? 50% പഞ്ചായത്തുകളിൽ വനിതാ സംവരണം. ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവിടേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ത്രിതല സംവിധാനം കൊണ്ടുവന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ദ്വിതല സംവിധാനം കൊണ്ടുവന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. നിയമിച്ചത് ജനതാ ഗവൺമെന്റ് ആണ്. ഗ്രാമസഭ അല്ലെ, പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. വർഷത്തിൽ 2 തവണയെങ്കിലും ഗ്രാമസഭ സമ്മേളിക്കണം. പക്ഷെ 4 തവണ വരെ സമ്മേളിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ന് ഇന്ത്യയിലുണ്ട്. കോറം എന്ന് പറയുന്ന അംഗസംഖ്യ, സമ്മേളിക്കാനുള്ള അംഗസംഖ്യ ആകെ അംഗസംഖ്യയുടെ 1/10 ഭാഗമാണ്. ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സമിതിയാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് 74ാമത്തെ ഭേദഗതി അല്ലെ, 1992 ഭാഗം ഏതിലാണ്? 9ലാണ് അല്ലെ. നമ്മൾ പറഞ്ഞു 1973ാമത്തെ ഭേദഗതി 1992 കാലഘട്ടത്തില് കേരള പഞ്ചായത്തി രാജ്, അതായത് മൊത്തം നമ്മൾ കേരള എന്നല്ല പഞ്ചായത്തി രാജ് നിയമത്തിന് ഭരണഘടനാ സാധുത നൽകിക്കൊണ്ട് ഭാഗം 9 എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. 73ാമത്തെ ഭേദഗതി 92. ഇനി അങ്ങനെ 73 കഴിഞ്ഞു, 74ാമത്തെ ഭേദഗതിയും ആ വർഷം തന്നെ കൊണ്ടുവരികയാണ്. അതും ഏതിൽ തന്നെയാണ്? ഭാഗം 9 തന്നെയാണ് പറയുന്നത്. അതിൽ എന്താണ് പറയുന്നത്? നഗരപാലികാ നിയമം. ഏതാണ്? 74. നമ്മൾ ഭേദഗതിയിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് പോയതാണ്. നഗരപാലികാ നിയമം ഭാഗം 9 കൂട്ടിച്ചേർത്തു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? മദ്രാസ് ആണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായതും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഏത് തന്നെയാണ്? മദ്രാസ് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു ആണ്. ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു. കമ്മിറ്റി ആരാണ്? കമ്മിറ്റിയിൽ ആരാ വരുന്നത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. പിന്നെ ഈ 74ാം ഭേദഗതി നഗരപാലിക, അതും ഏത് സമയത്ത് തന്നെയാണ്? 1991 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയാണ് ബില്ല്. 1991 കാലഘട്ടത്തിൽ അത് നമ്മൾ പഞ്ചായത്ത് രാജിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെയും ഏതിൽ വരുന്നത്? നഗരപാലികയിലും വരുന്നത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു. ബില്ല് അവതരിപ്പിച്ചത് 1991 നരസിംഹറാവു ഗവൺമെന്റ് ആണ്. 74ാം ഭേദഗതിയും 73ാം ഭേദഗതിയും ഒക്കെ ബില്ല് കൊണ്ടുവരുന്നത്. ഇനി കേരള പഞ്ചായത്ത് രാജ് ആക്ട്, നമ്മൾ ഇതുവരെ ഇന്ത്യയിലത്തെ പഠിച്ചു അല്ലെ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് എപ്പോഴാണ്? 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23. അവിടെ നമ്മൾ പഠിച്ചത് 1993 ഏപ്രിൽ 24 നമ്മള് ദേശീയ തലത്തിൽ പറഞ്ഞു അല്ലെ. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് പഠിച്ചു. ഇവിടെ എത്തിയപ്പോൾ 93 പോയിട്ട് എന്തായി? 94 24 പോയിട്ട് എന്തായി? ഇവിടെ 3. അങ്ങനെ തിരിച്ചു പഠിച്ചാൽ മതി കേട്ടോ. 94 ഏപ്രിൽ 23. 95 ഒക്ടോബർ 2 എന്ത് ചെയ്തു? നിലവിൽ വരികയും ചെയ്തു. ആക്ട് കൊണ്ടുവന്നത് 94. ആക്ട് നിലവിൽ വന്നത് 95 ഒക്ടോബർ 2. ഇനി കേരള മുനിസിപ്പാലിറ്റി ആക്ട് എപ്പോഴാണ് വന്നത്? അത് 1994 മെയ് മാസം 30. ഇനി നമുക്ക് ഇതില് മുനിസിപ്പാലിറ്റിയെ കുറിച്ചിട്ടും പഠിക്കണം, കോർപ്പറേഷനെ കുറിച്ചിട്ടും പഠിക്കണം. എന്താണ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്? ജനസംഖ്യ കുറഞ്ഞ, ഇവിടെ 2 പോയിന്റ് ശ്രദ്ധിക്കണേ. ഇവിടെ ജനസംഖ്യ കുറഞ്ഞതാണെങ്കിൽ കോർപ്പറേഷനിൽ ജനസംഖ്യ കൂടിയതാണ്. ജനസംഖ്യ കുറഞ്ഞ ചെറിയ നഗരങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഏത്? മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് എത്ര മുനിസിപ്പാലിറ്റികളുണ്ട്? 87 മുനിസിപ്പാലിറ്റികളാണ് അല്ലെ. അതില് ഈ മുനിസിപ്പാലിറ്റികളുടെ തലവൻ എപ്പോഴും ആരാണ്? ചെയർമാൻ അല്ലെ. മുനിസിപ്പാലിറ്റി ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിരിക്കും അല്ലെ. വ്യക്തി ഒരു ലേഡി ആണെങ്കിൽ അവിടെ ചെയർപേഴ്സൺ ആയിട്ട് വരും. പിന്നെ ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, അവരെ പറയുന്നതാണ് മുനിസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹം എന്തായിരിക്കും? മുനിസിപ്പാലിറ്റികളുടെ ഗവൺമെന്റ് പ്രതിനിധിയെ മുനിസിപ്പാലിറ്റി സെക്രട്ടറി എന്ന് പറയുന്നു. പക്ഷെ തലവൻ ആരാണ്? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതുകൊണ്ടാണ്? തിരുവനന്തപുരം. അപ്പൊ ജനസംഖ്യ കുറഞ്ഞ ചെറിയ നഗരങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റി. കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റി? 87. മുനിസിപ്പാലിറ്റിയുടെ തലവൻ ആര്? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. മുനിസിപ്പാലിറ്റിയുടെ ഗവൺമെന്റ് പ്രതിനിധിയെ പറയുന്ന പേരാണ് മുനിസിപ്പൽ സെക്രട്ടറി. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം. ഈ ഭാഗം പഠിച്ചോ? ഇനി നമുക്ക് കോർപ്പറേഷൻ. ജനസംഖ്യ കൂടിയ വലിയ നഗരപ്രദേശങ്ങൾ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്
കോർപ്പറേഷൻ. നമ്മുടെ കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഇതൊക്കെ 2022 ഇതൊക്കെ നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര കോർപ്പറേഷൻ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 6 കോർപ്പറേഷൻ ആണ്. കോർപ്പറേഷന്റെ തലവൻ ആരാണ്? മേയർ ആണ്. മുനിസിപ്പാലിറ്റിയുടേത് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. കോർപ്പറേഷന്റെ ചെയർമാൻ മേയർ ആണ്. ഇനി അതേപോലെ ഇവിടെ നമ്മൾ മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. ഇവിടെ ഗവൺമെന്റിന്റെ പ്രതിനിധി കോർപ്പറേഷൻ സെക്രട്ടറി ആണ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? 6ാമത്തേത് കണ്ണൂർ കോർപ്പറേഷൻ ആണ്. ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കില. എന്താണ് കില എന്ന് പറയുന്നത്? KILA കില. എന്താണ് കിലയുടെ ഫുൾ ഫോം? കിലയുടെ ഫുൾ ഫോം പഠിക്കണേ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആർക്കാണ്? ജനപ്രതിനിധികൾക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കില എന്ന് പറയുന്നത്. കില സ്ഥാപിതമായത് ഏതു വർഷമാണ്? 1990 കില സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂരാണ്. ഇത് മൂന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന കേരള സർക്കാർ സ്ഥാപനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കില ചോദിച്ചിട്ടുണ്ട്. കിലയുടെ ഫുൾ ഫോം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കില സ്ഥാപിതമായ വർഷം ചോദിച്ചിട്ടുണ്ട് 1990. ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ. അപ്പൊ നമ്മൾ അങ്ങനെ പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ടെലിഗ്രാമിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യണം. അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം. എന്തെങ്കിലും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളെ പോലെ സ്ട്രെയിൻ എടുത്ത് ഞാനും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക്, വലിയ ഒരു പരമാവധി ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 2024 നമ്മുടെ ഭാഗമാണ്. ഞാൻ നിങ്ങളെ എല്ലാ ക്ലാസ്സിലും ഞാൻ നിങ്ങളെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, ചീത്ത പറയുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. അത് പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.